ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാർട്ടൂൺ ചാനലുകളും അതുപോലെ തന്നെ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തിട്ടുള്ള ഡേറ്റുകളുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്ന ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും ആദ്യം സംപ്രേഷണം തുടങ്ങിയത് 1995 അതുപോലെ തന്നെ ഏറ്റവും അവസാനം തുടങ്ങിയത് 2017 അപ്പോൾ ഈ 2017 സംപ്രേഷണം തുടങ്ങിയ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, കാരണം പോപ്പുലറായിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. പക്ഷേ അതാണ് ഏറ്റവും അവസാനം ഇറങ്ങിയത്, അതായത് എൻ്റെ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ചാനൽ 2017 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ആ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കാണ്. കാർട്ടൂൺ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സുപരിചിതമായത് ടോം ആൻഡ് ജെറി കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാർട്ടൂൺ നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമുക്ക് ടീൻ ടൈറ്റൻസ് ഗോയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടോം ആൻഡ് ജെറി ആയിരുന്നു നമ്മൾ കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന കാർട്ടൂണ്. അപ്പം നമ്മുടെ CNN ആദ്യമായിട്ട് ഇന്ത്യയിൽ സംപ്രേഷണം തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1995 മെയ് 1 1995 മെയ് 1 ആദ്യമായിട്ട് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇന്ത്യയിൽ സംപ്രേഷണം തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ടൈം 5:30 തൊട്ട് 10 PM വരെയായിരുന്നു. അതായത് ആ ഒരു സമയത്ത് മാത്രമായിരുന്നു CNN കാർട്ടൂണുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2001 തൊട്ടാണ് 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലായിട്ട് CNN മാറിയത്. അതുപോലെ തന്നെ CNN ആയിരുന്നു ആദ്യമായിട്ട് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് കാർട്ടൂണുകൾ ഇറക്കുന്ന ഒരു ചാനലായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഓണർഷിപ്പ് വരുന്നത് വാർണേഴ്സ് ബ്രദേഴ്സിനാണ്. വാർണേഴ്സ് ബ്രദേഴ്സ് എല്ലാവർക്കും അറിയാം, പോപ്പുലറായിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ പോഗോ TV, അടുത്ത നമ്മൾ വരുന്നതാണ് പോഗോ TV. പോഗോ TV എന്ന് പറയുന്നത് കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ തന്നെ ഒരു ബ്രദർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതായത് കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഒരു സഹോദര ചാനൽ. അതായത് പോഗോ TVൻ്റെ ഓണർഷിപ്പും വാർണേഴ്സ് ബ്രദേഴ്സ് തന്നെയായിരുന്നു. കാർട്ടൂൺ നെറ്റ്വർക്കും പോഗോയും വാർണേഴ്സ് ബ്രദേഴ്സിൻ്റെ കീഴിലുള്ള 2 ചാനലുകളായിരുന്നു. അതുപോലെ തന്നെ പോഗോ TV ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത് 2004 ജനുവരി 1 പോഗോയെ CNൻ്റെ ഒരു കമ്പാനിയൻ ചാനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പോഗോയിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ചോട്ടാ ഭീം എന്ന് പറയുന്ന കാർട്ടൂൺ. അടുത്തായിട്ട് നമ്മൾ വരുന്നതാണ് ഹംഗാമ TV. ഹംഗാമ TV ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഷിൻചാനാണ് മെയിനായിട്ട് അതിൽ സംപ്രേഷണം ചെയ്യുന്നത്. ഹംഗാമ TV ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങിയത് 2004 സെപ്റ്റംബർ 26 2004 സെപ്റ്റംബർ 26 ഹംഗാമ TV ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഹംഗാമ TVൻ്റെ ഓണർഷിപ്പ് ആദ്യമായിട്ടുണ്ടായിരുന്നത് UTV സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ കമ്പനിക്കായിരുന്നു. പിന്നീട് അത് അവർ വിറ്റിട്ട് അത് ഡിസ്നിക്ക്, അതായത് 2006 ഹംഗാമ TVയുടെ ഓണർഷിപ്പ് ഡിസ്നിക്ക് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത നമ്മുടെ ലിസ്റ്റ് വരുന്നതാണ് ഡിസ്നി ചാനൽ. ഡിസ്നി ചാനൽ നമുക്കറിയാം, മെയിനായിട്ട് ഡിസ്നി ചാനൽ വന്നുകൊണ്ടിരുന്നത് മിക്കി മൗസ് ആയിരുന്നു. അപ്പോൾ ഡിസ്നി ചാനൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങിയത് 2004 ഡിസംബർ 17 അടുത്ത നമ്മൾ വരുന്നതാണ് ഡിസ്നി XD. ഡിസ്നി XD ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത് 2009 നവംബർ 14 2009 നവംബർ 14 പക്ഷേ ഡിസ്നി XD ടീനേജേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനലായിരുന്നു ഡിസ്നി XD എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസ്നി XD പിന്നീട് 2019 ജനുവരി 9 മാർവൽ HQ എന്ന് പേര് മാറ്റുകയും പിന്നീട് 2022 മാർച്ച് 1 സൂപ്പർ ഹംഗാമ എന്ന് പേര് മാറ്റുകയും ചെയ്തു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹംഗാമ എന്നാണ് കാണുക, ഡിസ്നി XD എന്നൊരു പേര് കാണത്തില്ല. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ നിന്ന് വരുന്നതാണ് നിക്കലോഡിയൻ. നിക്കലോഡിയൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത് 1999 ഒക്ടോബർ 16 അപ്പോൾ നിക്കലോഡിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മോട്ടു പറ്റ്ലുവാണ് ഇപ്പം മെയിനായിട്ട് അവർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ചാനലാണ് സോണിയായി നോക്കുവാണെങ്കിൽ 2017 ഏപ്രിൽ 18 ആദ്യമായിട്ട് ഇന്ത്യയിൽ സംപ്രേഷണം തുടങ്ങുന്നത്. അതായത് സോണീൻ്റെ തന്നെ ഒരു ചാനലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം സോണിയായാണ്. 2017 സോണിയായി സംപ്രേഷണം തുടങ്ങുന്നത്. സോണിയയിൽ കുറച്ച് മുന്നേ ഓഗി ആൻഡ് ദ കോക്രോച്ചൊക്കെ ഡബ് ചെയ്ത് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ അടുത്ത നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് കൊച്ചു TV, അതായത് നമ്മുടെ സ്വന്തം കൊച്ചു TV. അപ്പം കൊച്ചു TVൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ പണ്ട് ഒരുപാടധികം നല്ല കാർട്ടൂണുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ബാലവീറാണ്. അപ്പം കൊച്ചു TV ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2011 ഒക്ടോബർ 16 2011 ഒക്ടോബർ 16 കൊച്ചു TV ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങുന്നത്. അതുപോലെ തന്നെ കൊച്ചു TV വരുന്നത് സൺ TV നെറ്റ്വർക്കിൻ്റെ കീഴിലാണ്. അതായത് നമ്മുടെ സൂര്യ TVയും അതിൻ്റെയൊക്കെ വരുന്നതാണ് സൺ TV നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലാണ് നമ്മുടെ കൊച്ചു TV വരുന്നത്.
അപ്പോൾ കൊച്ചു ടി വിൻ്റെ നമ്മുടെ പഴയ കാർട്ടൂണുകളുടെ ക്ലിപ്പൊക്കെ നമ്മളെ ചാനലിനകത്ത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതൊക്കെ കാണാൻ താല്പര്യമുള്ളൂ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഷോർട്ട് പോയിട്ട് അതൊക്കെ ഒന്ന് കാണുക. അതേപോലെ ഇത്തരം കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.